ഇന്ന് നമ്മൾ പറയാൻ പോണത് തിരുവനന്തപുരത്തെ ഒരു പ്രേതത്തിൻ്റെ കഥ നമ്മൾ പറയാൻ പോണത്. ഇത് തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണ്. അതിനിപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് മാത്രം അറിഞ്ഞ കാര്യമില്ലല്ലോ, നമ്മുടെ എല്ലാ കേരളത്തിലുള്ള ഒരു 14 ജില്ലക്കാരും അറിയട്ടെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു പ്രേതം ഉണ്ടെന്നുള്ളത്. തിരുവനന്തപുരത്തെ കാര്യവട്ടം ക്യാമ്പസ് കേരള സർവകലാശാലയുടെ വലിയ ക്യാമ്പസാണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സൈലൻ്റാണ്. അത് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. എന്തോരം ആൾക്കാർ അവിടെ നിന്ന് പഠിച്ചു പോയിട്ടുണ്ടെന്നറിയാം. അത്രയും നമുക്ക് എല്ലാവർക്കും അവിടെ പഠിക്കുന്നവർക്കൊക്കെ അത്രയും മനസ്സ് സുഖം തരുന്ന, അത്രയും സമാധാനപരമായിട്ട് നടന്നു പോണ ഒരു ക്യാമ്പസാണ് കാര്യവട്ടം ക്യാമ്പസ്. അപ്പോൾ അവിടെ ഒരു പ്രേതമുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത്രയും പകൽ മുഴുവൻ അവിടെ എത്രയോ കുട്ടികൾ വന്ന് കളിക്കിന്, ചിരിക്കിന്, പ്രേമിക്കിന്, തല്ലോടണ്, എന്തൊക്കെ ചെയ്യുന്നു. പക്ഷെ രാത്രിയായാൽ അവിടെ ഭീകരമാണ്, ഭീകര മുഖമാണ്. അപ്പോൾ അവിടെ എന്താ വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഗ്രൗണ്ട് റോഡ് എന്ന് പറഞ്ഞൊരു റോഡുണ്ട്. അതിനോട് ചേർന്നിട്ട് ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ അമരാവതി കുളം എന്ന് പറഞ്ഞൊരു കുളമുണ്ട് അവിടെ. ആ കുളമാണ് എല്ലാവർക്കും ഭയം. ആ കുളങ്ങളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കുളത്തിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഹൈമാവതി എന്ന് പറഞ്ഞൊരു പെണ്ണ് അവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് അത് ആത്മഹത്യ ചെയ്തതെന്നുള്ളത് ഇന്നവരെ ആർക്കും അറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമായാലും ഈ ഹൈമാവതി എന്ന് പറഞ്ഞ യുവതീനെ പിന്നെ അവിടെ പലരും കണ്ടിട്ടുണ്ട്. ആ റോട്ടിലും കണ്ടിട്ടുണ്ട്, പലരും കണ്ട് പേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ യുവതീനെ എല്ലാവരും കാണുന്നത് ഒരു 6 അടി 7 അടി ഉയരമുള്ളൊരു രൂപമായിട്ടാണ് ആ കുളത്തിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറയുന്നത്. പാതിര കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുളത്തിൽ നിന്ന് ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോകും. അപ്പോൾ ആരെങ്കിലും കാണുമ്പോൾ പെട്ടെന്നൊരു മാഞ്ഞു പോകും. അങ്ങനെ ആ നാട്ടുകാരെല്ലാവരും ആ വഴി കൂടെ പോകാൻ, രാത്രി പോകാനായിട്ട് എല്ലാവർക്കും വലിയൊരു പേടിയാണ്. അതൊരു സ്ത്രീരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീരൂപമാണെന്ന് പറയാനും പറ്റില്ല. എന്നാൽ അത് സ്ത്രീയെ പോലെ തന്നെയാണ് എല്ലാവർക്കും കണ്ടത്. അപ്പോൾ ഈ കറുത്തവാവ്, അതുപോലെ തന്നെ 30 തിങ്കളാഴ്ച, അതുപോലെ തന്നെ തിങ്കളാഴ്ച കഴിഞ്ഞ് 3-ാമത്തെ തിങ്കളാഴ്ച, ഇങ്ങനെ ചില ദിവസങ്ങളിലാണ് ഈ അമരാവതിനെ കണ്ടവരുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ ചെറുപ്പക്കാർ, അവിടുത്തെ കോളേജിൽ പഠിക്കുന്ന അന്നത്തെ ആൾക്കാർ കുറേ ഇതിന് കാണാനായിട്ട് കാത്തിരിക്കുമ്പോൾ നമ്മൾ എന്ത് സാധനം ഒരാൾ കാത്തിരിക്കുമ്പോൾ ചിലപ്പോൾ കണ്ടുവെന്ന് വരില്ല. അതുപോലെ തന്നെ ആ സമയത്ത് നമുക്ക് അവർ നമ്മുടെ മുമ്പിൽ എത്തിയെന്ന് വരില്ല. ഇതൊക്കെ അവർക്ക് യാദൃശ്ചികമായിട്ട് പലർക്കും കാണുന്നതാണ്. പക്ഷേ ഈ ഒരു പ്രേതം ഇന്നവരെ ആരും ഉപദ്രവിക്കുകയോ ആരെയും ശല്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പല ആൾക്കാരും കണ്ട് പേടിച്ച് ഓടി അവിടെ ഇവിടെയൊക്കെ വീണിട്ട് വല്ല പരിക്ക് മാത്രമേ പറ്റിയുള്ളൂ. എന്നാൽ ക്യാമ്പസിൻ്റെ ഉള്ളിൽ യാതൊരു ശല്യം ഈ അമരാവതി എന്ന് പറഞ്ഞ സ്ത്രീ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ഗതി കിട്ടാണ്ട് ആ ക്യാമ്പസിൻ്റെ ഉള്ളിൽ ഈ അമരാവതി കുളമുണ്ട്, അമരാവതി എന്ന് പറഞ്ഞുള്ള പെണ്ണിൻ്റെ പ്രേതമുണ്ട്. ഇന്നവരെ ആ പ്രേതത്തിനെ ആരും അടക്കിയിട്ടുമില്ല. ഇപ്പോഴും നമുക്ക് ഈ പറഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ രൂപത്തെ കാണാം. അപ്പോൾ ആ ഒരു കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്ക്, കാര്യവട്ടത്തിലുള്ള ആൾക്കാർക്ക് അതൊരു പേടി സ്വപ്നം തന്നെയാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അവർക്കറിയാതെ, അവർ കണ്ട ഈ പ്രേതത്തിനെ കണ്ട ആൾക്കാർ മുമ്പ് അവിടെ ജീവിച്ചിരിക്കുന്നവർക്കുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഇപ്പോഴും അവർ കണ്ട ആൾക്കാർ ഈ സമയത്തും ഈ 2026-ലും കണ്ട ആൾക്കാർ അവിടെയുണ്ട്. പക്ഷേ ഈ ഒരു ദിവസം നിങ്ങൾ ആലോചിക്കുക, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച അല്ല, അത് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണേ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച എന്നാൽ ആണ് പ്രേതങ്ങൾ വരുള്ളൂ എന്നുള്ളത്. അതൊന്നല്ല. പ്രേതങ്ങൾ അങ്ങനെ ദിവസം നോക്കിയിട്ടോ അല്ലെങ്കിൽ മണിക്കൂർ നോക്കിയിട്ടോ ഒന്നല്ല പ്രേതങ്ങൾ നടക്കാറുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഈ പറഞ്ഞ ദിവസങ്ങളിലാണ് അത് കണ്ടിട്ടുള്ളത് എന്നുള്ളത് അവിടുത്തെ സാക്ഷ്യപ്പെടുത്തിയ ആൾക്കാരുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സർവകലാശാലയുടെ കീഴിലുള്ള കാര്യവട്ടം ക്യാമ്പസിനെ ഒരു ദിവസം പോയിട്ടൊന്ന് കാണണം. അത് പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.